പ്രാർത്ഥനയോടുകൂടെ ഭയഭക്തിയോടുകൂടെ പങ്കെടുക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ ഭവനങ്ങളിൽ നിന്നാണ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവമായി തീരട്ടെ. ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള അവസരം അധികം വൈകാതെ നമുക്ക് ലഭ്യമാകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ മാസത്തിന്റെ അവസാനത്തെ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയിൽ ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കാൻ തക്കവണ്ണം സഹായിച്ചതിനായി സ്തോത്രം. ആരാധനയിൽ നിന്റെ ദിവ്യമേലും കൃപ പകരണമേ. ശിഷ്യത്വത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ യഥാർത്ഥ ശിഷ്യന്മാരെ തീരുവാൻ ഇന്നത്തെ വചനങ്ങളുടെ മൂലം ഞങ്ങളെ ഒരുക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്തുതി തിങ്ങിയ പരമണ്ഡല എന്നാരംഭിക്കുന്ന 27ാമത്തെ ഗീതം നമുക്ക് പാടാം. ലിറിക് നമ്പർ 27. അതിൻ്റെ ആദ്യത്തെ 3 ചരണവും അവസാനത്തെ ചരണം.
നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിനും സത്യത്തിനും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇത് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശം ഭൂമി നിലമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ലായെന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റ് പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാവുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്ക് ഉള്ളത്. നമുക്ക് കുറ്റബുദ്ധിമൂലമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെയും കുറവുകളെയും ദൈവസത്തിൽ നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ആലോചനയിൽ, നമ്മുടെ തീരുമാനത്തിൽ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ വന്നുപോയ പോരായ്മകൾ കർത്താവെ ഞങ്ങളോട് പൊറുക്കണമേ, ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ പാപസ്വീകാര പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തി മഹാമരണയുടെ പിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ സുഖങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളെ ഏറ്റവും അനുസരിക്കുന്നു. ഞങ്ങൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാറുണ്ട്, ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സൗഖ്യമില്ല. അശ്വമായ ഞങ്ങളോട് പറയണമേ. ദൈവമേ, ഞങ്ങളുടെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നീ പ്രകാരം അനുഭവിക്കുന്നവരെ കൈക്കൊള്ളണമേ. മഹാകരുണയുടെ പിതാവേ,
സർവശക്തനും കരുണയുള്ളതുമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവനം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിക്കുവിൻ. 95-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതി വാക്യമായിട്ട് ഉപയോഗിക്കും. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ മറിഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനം, അവന്റെ കൈക്കലെ ആളുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം 119-ാം സങ്കീർത്തനത്തിന്റെ 33 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വാക്യമായിട്ട് ഉപയോഗിക്കാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 119. 119-ാം സങ്കീർത്തനം 33 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനം 119, 33 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ, ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാചാരത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായ്മാറാക്കണമേ. രാജ്യത്തെ നോക്കാത്തവണ്ണം എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയനെ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ, നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു, നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കയാൽ സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണം ഇടപെടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നതുകൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളെ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു, നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടായിരിക്കട്ടെ, ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇപ്പോൾ ഒന്നാമത്തെ വേദഭാഗം വായിച്ച് കേൾക്കാം. ഇന്ന് കാലത്തെ ആരാധനയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന 1-ാം പാഠം 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ. 2 രാജാക്കന്മാർ 2-ന്റെ 1 മുതൽ 15 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശായോടുകൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലീശായോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തുവന്ന് അവനോട്, യഹോവ ഇന്നു നിന്റെ യജമാനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, എലീശായെ, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ എരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എരിഹോവിലേക്ക് പോയി. എരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ
എലീഷായുടെ അടുക്കൽ വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലക്കൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി. പ്രവാചക ശിഷ്യന്മാരിൽ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്തു നിന്നു. അവർ ഇരുവരും യോർദാൻ അരികെ നിന്നു. അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പ് എടുത്തു മടക്കി വെള്ളത്തെ അടിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരയ്ക്ക് കടന്നു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീഷായോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുൻപേ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം, ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീഷ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. എലീഷ അത് കണ്ടിട്ട്, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തൻ്റെ വസ്ത്രം പിടിച്ചു 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്നു വീണ പുതപ്പ് എടുത്ത് മടങ്ങിച്ചെന്ന് യോർദാൻ അരികെ നിന്നു. ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. എലീഷ ഇക്കരയ്ക്ക് കടന്നു. എരീഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട്, ഏലിയാവിന്റെ ആത്മാവ് എലീഷായുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റ് ചെന്ന് അവന്റെ മുൻപിൽ സാഷ്ടാംഗം വീണു. ഇവിടെ 1-ാം പാഠം അവസാനിക്കുന്നു. ഇന്നത്തേക്കുള്ള 2-ാം വേദഭാഗം ഇപ്പോൾ വായിച്ചു കേൾക്കാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന 2-ാം വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങളെ ശ്രദ്ധിപ്പീൻ. തീത്തോസ് 2-ാം അധ്യായം 1 മുതൽ 15 വരെ. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണമെന്നും, വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യന്മാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്ന് പ്രബോധിപ്പിക്കാം. ഔവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കാം. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാം. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവൻ ആയിരിക്കാം. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായിരിക്കാൻ കൽപ്പിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ഇവിടെ 2-ാം വേദഭാഗം അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 22 മുതൽ
30 വരെയുള്ള ദൈവത്തിന്റെ വിശുദ്ധ വചനം ശ്രദ്ധിപ്പിക്കും. The Gospel according to Saint John, chapter 3, verses 22 to 30. അതിന്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദിയ ദേശത്ത് വന്ന് അവരോട് കൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശാലേമിനരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെ കുറിച്ച് ഒരു വാദമുണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്നു അവനോട്, റബി, യോർദാൻ അക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, അവൻ മുൻപായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികൾ ആകുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. ക്രിസ്തുവേ നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ആരാധനയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിക്കുന്നത് നമ്മുടെ ഇടവക അംഗവും കണ്ണമൂല വൈദിക സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പളുമായിരുന്ന റവറൻ ഡോക്ടർ MB ജോസഫ് അച്ഛനാണ്. അച്ഛനോട് ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു ഇന്ന് വന്ന് ചേർന്നിട്ടുണ്ട്. ഇടവ അംഗങ്ങളുടെ എല്ലാവരുടെ പേരും ഏറെ സന്തോഷത്തോടുകൂടെ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യും. നിന്നീടിൽ യേശുവിനായി എന്നാരംഭിക്കുന്ന 270 കീർത്തനം നമുക്ക് പാടാം. ഹിം നമ്പർ 270. അതിൻ്റെ ആദ്യത്തെ 3 ചരണവും അവസാനത്തെ ചരണവും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നതാണ്. ആയതിനായിട്ട് അച്ഛനെ ക്ഷണിക്കുന്നു. Just
പ്രാർത്ഥിക്കാം. ശിഷ്യത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവമേ, അങ്ങേ അന്ത്യത്തോളം പിൻപറ്റുവാൻ ദൈവപ്രകാരമുള്ള ജീവിത ലക്ഷ്യമുള്ളവരായി നിങ്ങളുടെ സാക്ഷികളായി ജീവിക്കാൻ സഹായിക്കണമേ. അതിന് വചനങ്ങൾ സഹായമാകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 2-9 വാക്യങ്ങൾ. ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ ബഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബഥേലിലേക്ക് പോയി. 9-ാം വാക്യം. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തു വിടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ചോദിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടിപ്പാക്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. പ്രസ്ഥാനങ്ങളും അനുയായികളും ധാരാളമുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വികൃതരായ ഗുരുക്കന്മാരും ശിഷ്യരും ആത്മീയതയുടെ പേക്കോലങ്ങൾ അണിഞ്ഞ കപടവേഷധാരികളായ ദൈവങ്ങളും ഇതൊക്കെ ആത്മീയ ലോകത്തിൽ കണ്ടുവരുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ശിഷ്യരായിരിക്കുന്നതിനേക്കാൾ നേട്ടങ്ങൾ കൊയ്യുവാൻ, നേതാക്കളാകുവാനാണ് ഇന്ന് പലരുടെയും മോഹം. ഇത്തരം വികൃത മുഖങ്ങളുടെ നടുവിൽ എന്താണ് യഥാർത്ഥ ക്രിസ്തീയ ശിഷ്യത്വമെന്നും അതിലൂടെ എങ്ങനെ സാക്ഷ്യമുള്ളവരായിരിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ വിഷയ പഠന ഉദ്ദേശം. യഥാർത്ഥ ശിഷ്യൻ സാക്ഷിക്കുന്നത് ഗുരുവിനെ തന്നെയാണ്. അപ്പോഴേ ഗുരുവിനെ ശിഷ്യരിലൂടെ ലോകം അറിയുകയും. സാക്ഷ്യമുള്ള ശിഷ്യത്വത്തിന് ഉത്തമ ഉദാഹരണമായിരുന്നു സ്നാപക യോഹന്നാൻ. ഗുരുവിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്ന ഗുരുവിന് ചെരുപ്പഴിച്ചു കൊടുക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഗുരു വളരണം, ഞാനോ കുറയണം. തൻ്റെ ശിഷ്യന്മാർ യഥാർത്ഥ ഗുരുവായ യേശുവിനെ അനുഗമിക്കുന്നതിൽ യേശുവിൻ്റെ ശിഷ്യരായത് യോഹന്നാൻ സ്നാപകൻ സന്തോഷിക്കുന്നു. കാരണം ഗുരുവായ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതാണ് ശിഷ്യനായ തൻ്റെ വിളിയുടെ ഉദ്ദേശമെന്ന് യോഹന്നാൻ മനസ്സിലാക്കി. ശിഷ്യരായി വിളിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസ സമൂഹത്തിലെ പ്രായമായവരും യൗവനക്കാരും ദാസരും ഒക്കെ എങ്ങനെ സാക്ഷ്യമുള്ളവരായി തീരണമെന്ന് വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ഇന്നത്തെ ലേഖന ഭാഗത്ത് വ്യക്തമാക്കി. സാക്ഷ്യമുള്ള ശിഷ്യരായിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട 2 പ്രധാന ചിന്തകൾ ഏലിയാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന എലീശയുടെയും ജീവിത അനുഭവത്തിലൂടെ ഇന്നത്തെ പഴയ വേദഭാഗമായ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ശിഷ്യത്വം സാക്ഷ്യമുള്ളതായി തീരുന്നത് ഒന്നാമത് 2, 4, 6 വാക്യങ്ങൾ. ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവനെ ബഥേലിലേക്ക് അയച്ചിരിക്കുന്നു പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബഥേലിലേക്ക് പോയി. 4-ാം വാക്യം. ഏലിയാവ് അവനോട്, എലീശയെ, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവനെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു പറഞ്ഞു. അതിനവൻ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യെരിഹോവിലേക്ക് പോയി. 6-ാം വാക്യം. ഏലിയാവ് അവനോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവനെ യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി. ശിഷ്യത്വം സാക്ഷ്യമുള്ളതാകുന്നത് ഗുരുവിനെ അന്ത്യത്തോളം പിൻപറ്റുന്നതിലൂടെയാണ്. ഏലിയാവിനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുന്നെന്ന് അറിഞ്ഞ എലീശ ആ സമയം വരെയും ഏലിയാവിനെ പിൻപറ്റി. ഗിൽഗാലിൽ നീ പാർത്തുകൊള്ളുക, ദൈവം എന്നെ ബഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും എലീശ അത് സമ്മതിക്കുന്നില്ല. ഗിൽഗാലിൽ സുഖമായി പാർക്കുവാൻ അവസരമുണ്ടായിരുന്നെങ്കിലും അന്ത്യത്തോളം തൻ്റെ ഗുരുവിനോടൊപ്പം ഗുരുവിനെ പിൻപറ്റുവാൻ എലീശ തീരുമാനിച്ചു. ബഥേലിലെ പ്രവാചക ശിഷ്യന്മാർ തന്റെ യജമാനെ ദൈവം എടുത്തുകൊള്ളുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഇക്കാര്യം തന്നോട് പറയാതിരിക്കുവാൻ എലീശ ആവശ്യപ്പെടുന്നു. 3-ാം വാക്യം. ബഥേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശ അടുക്കൽ പുറത്തു വന്ന് അവനോട്,
എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ അവൻ, അതെ ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നെ ഈ കാര്യം ഓർപ്പിച്ച് എന്റെ വേദനയ്ക്ക് കാഠിന്യം കൂട്ടരുത് എന്നാണ്. എലിയാവ് വീണ്ടും തന്നോട് എരിഹോവിലും എരിശലേമിലും ഒക്കെയായി താമസിക്കുവാൻ പറയുമ്പോഴും അതിനൊന്നും എലീശ വിധേയപ്പെടുന്നില്ല. ഇന്നത്തെ പശ്ചാത്തലത്തിൽ നേതാവാകുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തൻ്റെ നേതാവ് മാറ്റപ്പെടുവാൻ പോകുന്നു അറിഞ്ഞാൽ സന്തോഷിക്കുമോ ദുഃഖിക്കുമോ? ഈ 3 പ്രാവശ്യവും ഏലിയാവ് ഒരുപക്ഷെ എലീശയെ പരീക്ഷിക്കാതിരിക്കാം. ഏലിയാവ് തന്നിൽ നിന്ന് എടുക്കപ്പെട്ടു എന്നറിഞ്ഞ എലീശയ്ക്ക് സുഖമായി ഗിൽഗാലിൽ നിന്ന് പാർത്ത് ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുവാൻ സാധിക്കുമായിരുന്നു. അന്ത്യത്തോളം ഏലിയാവിനെ പിൻപറ്റി ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതാണ് തൻ്റെതായ സുരക്ഷിതത്വവും സുഖസൗകര്യവും ഗിൽഗാലിൽ താമസിച്ച് അനുഭവിക്കുന്നതിലും നല്ലതെന്ന് എലീശ തീരുമാനിച്ചു. അന്ത്യത്തോളം ഗുരുവിനെ പിൻപറ്റി എലീശ അനുഗ്രഹീതനായിരുന്നു. ക്രിസ്തീയ ശിഷ്യത്വം ഒരു സമയത്തെ വികാരത്താൽ എടുത്തു ചാടി ഇടയ്ക്ക് വെച്ച് തിരികെ പോകാനുള്ളതല്ല. അന്ത്യത്തോളം കർത്താവിനെ പിൻപറ്റുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിൻപറ്റാമെന്ന് പറഞ്ഞ പലരെയും കർത്താവ് നിരുത്സാഹപ്പെടുത്തിയെന്ന് തോന്നാവുന്ന മറുപടി നൽകി. ഒരിക്കലൊരാൾ യേശുവിനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ പിന്തുടരും. വരണോ വേണ്ടെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. പക്ഷെ ആരുടെ കൂടെയാണ് പോകുന്നതെന്ന് അറിയാതിരിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞു. കുറുനരികൾക്ക് കുഴിയും ആകാശത്തെ പറവയ്ക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ അലയയക്കുവാൻ ഇടയില്ല. ഇത് മനസ്സിലാക്കി പിന്തുടർന്നവർക്ക് അന്ത്യത്തോളം കൂടെ നിൽക്കുവാൻ സാധിക്കും. ശിഷ്യന്മാർക്ക് പോലും സാധിച്ചില്ല. പലരും തന്നെ വിട്ടുപോകുന്നുണ്ട്. കർത്താവ് ശിഷ്യന്മാരോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് പൊയ്ക്കുവാൻ മനസ്സുണ്ടോ? പത്രോസ് പറഞ്ഞു, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ വചനം നിന്റെ കയ്യിൽ മാത്രമേ ഉണ്ടല്ലോ. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അന്ത്യത്തോളം പിൻപറ്റുവാനുള്ള വിളിയാണ് ക്രിസ്തീയ ശിഷ്യത്വം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ജീവകിരീടം ഞങ്ങളുടെ മരണം വരെയും ആ സമയം വരെ എന്നുള്ളതിനേക്കാൾ അപ്പുറമായി മരണം വരിക്കേണ്ടി വന്നാലും വിശ്വസ്തനായിരിക്കാം. ക്രിസ്തീയ ശിഷ്യത്വം ഗുരുവിന് അന്ത്യത്തോളം പിന്തുടരുന്നു. ക്രിസ്തീയ ശിഷ്യത്വം സാക്ഷ്യമുള്ളതായി തീരുന്നതിന് എന്നാന്ന് പറയാൻ ആഗ്രഹിക്കുന്ന 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങൾ എടുത്തുകൊള്ളും പെടും മുമ്പേ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാമെന്ന് ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, എന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ശിഷ്യത്വത്തിന് യോജിച്ച ലക്ഷ്യം ഉണ്ടാകുമ്പോൾ അത് സാക്ഷ്യമുള്ളതായി. ഏലിയാവിനോട് എലീശ ആവശ്യപ്പെട്ടത് ഭൗതികമായ നിലയിൽ നാം കാണരുത്. നിന്നേക്കാൾ ഞാൻ കേവനായിരിക്കണം, പ്രസിദ്ധരായിരിക്കണം എന്ന അർത്ഥമല്ല. ദൈവം എന്നെ ഏൽപ്പിക്കുന്ന നീ ചെയ്ത ശുശ്രൂഷ ഒരു പദവിയായി മനസ്സിലാക്കാതെ ദൈവകൃപയാൽ ചെയ്യുവാനുള്ള ശക്തി എനിക്ക് വേണം എന്നാണ് എലീശ ആഗ്രഹിച്ചത്. ഏലിയാവിന്റെ കൂടെ നടന്ന ഏലിയാവ് അനുഭവിച്ച മനോവിധയും അക്കാലത്തെ രാജാക്കന്മാരുടെ, പ്രത്യേകിച്ച് ആഹാബിനെ പോലെയുള്ള ആളുകളുടെ ഭീഷണിയും കണ്ട എലീശ ഒരുപക്ഷെ ഇതൊക്കെ ഒഴിവാക്കി കിട്ടണം എന്ന് ആഗ്രഹിക്കാമായിരുന്നു. എന്നാൽ ഇതല്ല താൻ ആവശ്യപ്പെട്ടത്. എന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക്, ആദ്യജാതന്റെ ഓഹരിയാണ് ഇരട്ടിപ്പങ്ക്. ആവർത്തന പുസ്തകം 21-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഏലിയാവിന്റെ ആദ്യ പിൻഗാമിയാണ്. അതുകൊണ്ട് അദ്ദേഹം ആ ഇരട്ടിപ്പങ്കിന് അർഹനുമാണ്. ഇരട്ടിപ്പങ്ക് എന്നതിനെ മറ്റൊരു വിധത്തിൽ മനസ്സിലാക്കാം. ക്രിസ്തീയ ശിഷ്യത്വത്തിന് മുൻകാലങ്ങളേക്കാൾ എല്ലാ കാലങ്ങളിലും അധികമായ ദൈവകൃപ ഉണ്ടായിരിക്കണം. എന്തെല്ലാം ആകർഷണീയതയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥ ശിഷ്യരായിരിക്കുന്നവർ മുൻകാലത്തേക്കാൾ അവർക്ക് ദൈവകൃപ ആവശ്യമാണ്. അതിന് മറുപടിയായി 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിനെ അവൻ, നീ പ്രയാസമുള്ള കാര്യമാണെന്ന് ചോദിച്ചത്. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലതുവരെയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ഏലിയാവിനെ ദൈവം എടുത്തുകൊള്ളുന്നത് കണ്ടാൽ ലഭിക്കുമെന്നാണ് നിബന്ധനയായിട്ട് നൽകുന്നത്. അങ്ങനെ കണ്ടാൽ ദൈവാത്മാവ് ലഭിച്ചു എന്ന് ഉറപ്പാക്കാം എന്ന അർത്ഥമാണുള്ളത്. എലീശയുടെ ജീവിതത്തിൽ ഏലിയാവിന്റെ ശിഷ്യനായിരിക്കുന്നതിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നു. ദൈവം അത് നൽകി അനുഗ്രഹിച്ചു. ദൈവം നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹം നൽകി
നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കർത്താവിനെ പിന്തുടരുന്നവർക്ക് പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കി ചിലർ കൂടെ വരുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവരെ പ്രോത്സാഹിപ്പിച്ചില്ല. ചിലരോട് വരാൻ പറഞ്ഞപ്പോൾ അവര് വന്നില്ല. ലക്ഷ്യത്തിന് മറ്റൊന്നും തടസ്സമായിരിക്കും. ലക്ഷ്യത്തിലെത്തുവാൻ പുരുഷല്ലാതെ മറ്റു മാർഗമില്ല. കർത്താവിന്റെ ജീവിതത്തിലും അത് തന്നെ ശരിയായിരുന്നു. എന്തിനു വേണ്ടി ക്രൂശ് സഹിക്കേണ്ടി വന്നു? ദൈവഹിതം നിറവേറ്റുന്നതായിരുന്നു ലക്ഷ്യം എന്നതുകൊണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ക്രിസ്തീയ ശിഷ്യത്വത്തിൽ എന്താണ് നമ്മുടെ ലക്ഷ്യം? ദൈവവിലൂടെ ആഗ്രഹിക്കുന്ന നിവർത്തിക്കണമെന്നതാണോ? എങ്കിൽ വളരെ നല്ലത്. ദൈവകൃപയാൽ തന്നെ ഏൽപ്പിക്കുന്ന വേല ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപയായിരുന്നു എലീശയുടെ ലക്ഷ്യം. ഇന്ന് ശിഷ്യത്വത്തിന് വാഗ്ദത്തം ചെയ്യുന്നത് എന്താണ്? സമൃദ്ധിയുടെ സുവിശേഷം, രോഗസൗഖ്യമോ, സമ്പത്തോ, ശത്രുനിഗ്രഹമോ, വിടുതലോ, ഉദ്യോഗക്കയറ്റമോ, കള്ളക്കച്ചവടത്തിൽ ലാഭമോ, എന്ത് വേണമെങ്കിലും കിട്ടും. ഇത് വേദപുസ്തകത്തിൽ പഠിപ്പിക്കുകയല്ല. കർത്താവ് തന്നെ അനുഗമിച്ചാൽ എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്. വിശുദ്ധ യോഹന്നാന്റെ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: തന്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇങ്ങനെ പറഞ്ഞാൽ ആ സുവിശേഷമാക്കാണ് വേണ്ടത്. അവനവൻ്റെ കുരിശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കണം. കുരിശാണ് തന്നെ അനുഗമിക്കുന്നവർ ക്രിസ്തു വാഗ്ദത്തം ചെയ്തത്. ക്രിസ്തീയ ശിഷ്യത്വത്തിൽ ലക്ഷ്യം തെറ്റിയാൽ എല്ലാം തീർന്നു. ഏലിയാവിന്റെ ശിഷ്യനായിരുന്ന ഏലീശയ്ക്ക് ആത്മാവായിരുന്ന ലക്ഷ്യം അത് ലഭിച്ചു. എന്നാൽ ഏലീശയുടെ ശിഷ്യത്വം സ്വീകരിച്ച ഗേഹസിയുടെ ലക്ഷ്യം ധനസമ്പാദനമായിരുന്നു. കിട്ടിയതോ കുഷ്ഠരോഗം. ശിഷ്യത്വം സാക്ഷ്യമുള്ളതാകുന്നത് ക്രിസ്തു വാഗ്ദത്തം ചെയ്ത കുരിശ് മനസ്സോടെ ഏറ്റെടുക്കുന്നവരാണ്. ജർമ്മനിയിലെ നാസി ഭരണകൂടത്തിന്റെ കിരാത ഭരണങ്ങൾക്കെതിരായി പ്രതികരിച്ച ഒരു വേദശാസ്ത്ര പണ്ഡിതനാണ് ബോൺഹോഫർ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ വരിക ക്രൂശിക്കപ്പെടുക, കം ബി ക്രൂശിഫൈഡ്. ശിഷ്യത്വം സാക്ഷ്യമുള്ളതാകുന്നത് സ്വമനസാ കുരിശ് വഹിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെയാണ്. ക്രിസ്തീയ ശിഷ്യത്വം ഒരു ഭാഗ്യവും ഒരു പദവിയുമാണ്, സംശയം വേണ്ട. കർത്താവിനെ അന്ത്യത്തോളം പിൻപറ്റുവാനുള്ള വിളിയാണിത്. ക്രിസ്തീയ ശിഷ്യത്വത്തിന് ഒരേ ഒരു ലക്ഷ്യം മാത്രം. അത് സമൃദ്ധിയല്ല, സുഖവും ഭൗതിക നേട്ടങ്ങളുമല്ല. ദൈവഹിതം നമ്മിലൂടെ നിറവേറ്റപ്പെടുവാൻ നമ്മുടെ പുരുഷന്റെ കർത്താവിനെ അനുഗമിക്കുക. ക്രിസ്തുവിനെ അനുഗമിച്ചവർ ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ ശിഷ്യർ വളരെ കുറച്ചു മാത്രം ഉണ്ടായിരുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെന്ന നിലയിൽ ക്രിസ്ത്യാനികൾ എന്ന പേര് നമുക്കുണ്ട്. എന്നാൽ അതുകൊണ്ടായില്ല. ക്രിസ്തു ശിഷ്യർ ഏത് ജീവിത സാഹചര്യത്തിലും ഗുരുവിനെ പിന്തുടരുന്നവരായി. മാത്രമല്ല, ദൈവഹിതം നിറവേറ്റുന്നതാകണം ജീവിത ലക്ഷ്യം. അപ്പോൾ ഗുരുവായ യേശുവിനെ കുറിച്ച് അവിടുന്ന് ലോകത്തിന്റെ രക്ഷകനെന്ന് സാക്ഷ്യം നമ്മളുടെ മറ്റുള്ളവർ പറയുവാനും വിശ്വസിക്കുവാനും ഇടയാകും. അങ്ങനെ നാം സാക്ഷ്യം വഹിക്കുന്ന ശിഷ്യരാകും. ഇതിനു വേണ്ടിയാണ് ശിഷ്യരായി നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവകൃപയാൽ നമ്മെ ഇതിന് ദൈവം നൽകാൻ യോഗ്യരാക്കി. പിതാവായ ദൈവത്തിൽ, പുത്രനായ ദൈവത്തിൽ, പരിശുദ്ധാത്മാവായ ദൈവത്തിൽ സകല ബഹുമാനം, മഹത്വം, തേജസ്സും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കർമ്മം ബാധിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിലേക്ക് ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന് വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നന്ദിയുള്ളവരെയും മൃതരെയും ന്യായവിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.
ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ നടത്താതെ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. പെന്തക്കോസ്തിന് പിൻപ് നാലാമത്തെ ആഴ്ചയിലുള്ള പ്രത്യേക അപേക്ഷ. ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഹൃദയവിലാപം ശ്രദ്ധിക്കുന്ന നീതിയുടെയും ജീവന്റെയും ദൈവമേ, അധാർമികതയെ പരിത്യജിക്കുവാൻ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും നീതിപൂർവവും ദൈവികവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അവനോ വളരണം, ഞാനോ കുറയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹത്വത്തിൽ വെളിപ്പെടുന്ന കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുവാൻ നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദേവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സമാധാനത്തിന്റെ കർത്താവും മഹിമത്തിൽ രക്ഷപ്പെടുന്നവരുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണയെ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗങ്ങളുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെ നിന്റെ താഴ്മയുടെ ദാസരായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിനും വീഴാതെ യാതൊരു ആപത്തിനും അകപ്പെടാതെ നിന്റെ മുൻപാകെ നീതിയായുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായി ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നോട്ടീസായിട്ട് ചില കാര്യങ്ങൾ ഓർമ്മിക്കട്ടെ. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന് വളരെ ഭയഭക്തിയോടുകൂടെ ഈ ആരാധനയിൽ പങ്കെടുത്ത ഏവരോടും കഴിഞ്ഞ ബുധൻ വെള്ളി ദിവസങ്ങളിൽ നടത്തപ്പെട്ട ചെയ്പ്പരയിൽ പങ്കെടുത്തവരോടും ഈ ആരാധനയ്ക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങൾ ചെയ്തവരോടും പാട്ടുകൾ പാടി അത് മിക്സ് ചെയ്തവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ശിഷ്യൻ ആരാണ്, ശിഷ്യത്വത്തിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് ദൈവവചനത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്ന ഏറെ ബഹുമാന്യനായ എം പി ജോസഫ് അച്ഛനോട് ഇടവ അംഗങ്ങളുടെ പേരിലുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അനുശോചനം. നമ്മുടെ ഇടവക അംഗങ്ങളായിരുന്ന മണലെ വീട്ടിൽ വടക്കതിൽ റേച്ചൽ ഉമ്മൻ 87 വയസ്സ്, ചേരത്തുണ്ടൽ പുതിയ വീട്ടിൽ സി തോമസ് 87 വയസ്സ് എന്നിവർ നിത്യാസ്വസ്ഥതയിൽ പ്രവേശിച്ചു. ഇവരുടെ സേവനങ്ങളെ നന്ദിയോടുകൂടെ സ്മരിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഇടവകയുടെ അനുശോചനം അറിയിക്കുകയും ചെയ്യും. ഈ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഈ സമയത്ത് നടത്തപ്പെടുന്നതാണ്. ജന്മദിനം ആഘോഷിച്ച പേരുകൾ ആദ്യം വായിക്കാം.
അലൻ കെ അനിൽ കുഴിയമ്പുറത്ത് മതി, പി ടി വർഗീസ് പണ്ടത്തെ കിഴക്കത്, പി വി ഫിലിപ്പോസ് പടിപ്പരയ്ക്കൽ, ലിൻ ജോർജ് പാലനിൽക്കുന്നതിൽ വീട്, ജെറോം കുര്യൻ സോണി അൻശോഭനം, പുഷ്പാച്ചി മാത്യു താഴമട്ടത്ത്, ലിസി ജേക്കബ് കടത്തറയിൽ, ഷാജി ജോൺ തെറ്റിക്കുഴി പുത്തൻവീട്, സജി ജേക്കബ് ഡിക്ലാസ് താഴമട്ടത്ത് കേസ് കോട്ടേജ്, ജേക്കബ് ഈശോ പൂന്തറ മലയിൽ, സുനിത ലിജു കണ്ടത്തിൽ മലയിൽ, ഏബൻ റിജി ഡാനിയൽ പൂമോട്ടിൽ, ലിജിൻ തോമസ് കുഴിയമ്പുറത്ത്, അനു സൂസൻ സോണി അനുഗ്രഹം, റോയി ജോർജ് ഇടുക്കട പാലനിൽക്കുന്നതിൽ, ടെസി വർക്കി ആര്യവിലാസം, ജെയിംസ് ഉമ്മൻ മണ്ണേവട്ടിൽ ജോസിവില്ല, കുഞ്ഞമ്മ വർഗീസ് പെരുങ്കുഴി പടിക്കതിൽ, ഇട്ടി ചെല്ലാൻ പൂമോട്ടിൽ, പി എം ഉമ്മൻ മണ്ണേവട്ടിൽ ജോസിവില്ല, ജോർജ് ഫിലിപ്പ് ചേലത്തറ തെക്ക്, അനു സുജിത് ഫിലിപ്പ് കടക്കൽ മലയിൽ, ഇവാന ആലീസ് ഷൈബി ചെങ്കൽ വടക്കതിൽ, ജെസിൻ ജേക്കബ് വരിക്കയിൽ, ശ്യാമ ഇഗ്ല തോമസ് ചെങ്കൽ വടക്ക്, ഷെഫി ശോശാ സാജൻ മോഡയിൽ വടക്കതിൽ, ക്രിസ്മൻ ബിബി കോശി പുതുപ്പള്ളി തെക്കതിൽ, ഷാരോൺ കെ മാത്യു ചെങ്കൽ, ഷീന എൽസ ജെറി കുഴിയമ്പത്ത് ജെറിവില്ല, മാത്യു വർഗീസ് പട്ടപ്പറമ്പിൽ, ഫേബ എൽസ ജോൺ കിഴക്കടത്ത് വടക്ക്. വിവാഹ വാർഷികം ആഘോഷിച്ച കുടുംബങ്ങൾ: മിസ്റ്റർ ആൻഡ് മിസസ് ചെറിയാൻ ഇടുക്കള താഴവട്ടത്തെ പുത്തൻവീട്, മിസ്റ്റർ ആൻഡ് മിസസ് സുനിൽ ചെറിയാൻ കോട്ടാത്തറയിൽ, മിസ്റ്റർ ആൻഡ് മിസസ് തോമസ് മാത്യു കിഴക്കടത്ത് വടക്കതിൽ, മിസ്റ്റർ ആൻഡ് മിസസ് കോശി വർഗീസ് ഗോഡ്ഷേരിൽ, മിസ്റ്റർ ആൻഡ് മിസസ് ജോസഫ് തോമസ് ആനന്ദനിൽക്കുന്നതിൽ, മിസ്റ്റർ ആൻഡ് മിസസ് ചാണ്ടി ജെ ആര്യട്ട് ഭവൻ, മിസ്റ്റർ ആൻഡ് മിസസ് ചാണ്ടി തോമസ് ജയത്തുണ്ടിൽ നമ്പർ 4, മിസ്റ്റർ ആൻഡ് മിസസ് ബിബി വർഗീസ് കോശി പുതുപ്പള്ളി തെക്കതിൽ, മിസ്റ്റർ ആൻഡ് മിസസ് ജേക്കബ് ജോൺ പെരുങ്കുഴി തിരുവല്ല, മിസ്റ്റർ ആൻഡ് മിസസ് ജോൺ ജേക്കബ് തുതിക്കാട്ട് വടക്കതിൽ, മിസ്റ്റർ ആൻഡ് മിസസ് ചെറിയാൻ ഡോൺ ചെങ്കൽ പുത്തൻവീട്, മിസ്റ്റർ ആൻഡ് മിസസ് പോത്തൻ തോമസ് ഉള്ളാട്ട് വിനി കോട്ടേജ്, മിസ്റ്റർ ആൻഡ് മിസസ് സജി തോമസ് കാവിന് കിഴക്കതിൽ, മിസ്റ്റർ ആൻഡ് മിസസ് ജോർജ് വർഗീസ് പാലനിൽക്കുന്നതിൽ, മിസ്റ്റർ ആൻഡ് മിസസ് ജിം തോമസ് നെനൻ പണ്ടത്താഴത്ത് ജയവില്ല, മിസ്റ്റർ ആൻഡ് മിസസ് റെനി ജെ ജോസഫ് തുതിക്കാട്ട് ബംഗ്ലോ, മിസ്റ്റർ ആൻഡ് മിസസ് ജോൺ ചെറിയാൻ തൂമൂട്ടിൽ, മിസ്റ്റർ ആൻഡ് മിസസ് ടി ഐ ചാക്കോ പെരുമുഴി കൃഷിവില്ല, ആൻഡ് ഡോക്ടർ ആൻഡ് മിസസ് ടി ബിജി ജേക്കബ് പള്ളത്ത് കിഴക്ക്. ഇവരെ ഓർത്ത് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, സർവാന്തരവുമേ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഞങ്ങളുടെ ആയുസിന്റെയും ആരോഗ്യത്തിന്റെയും ഉടയവനായിരിക്കുന്ന നല്ല ദൈവമേ, ഈ ഭൂമിയിൽ ഒരു വർഷം കൂടെ ജീവിപ്പാനുള്ള വലിയ ഭാഗ്യം തന്നതിനായി സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷക്കാലം കൂടെ വഴി നടത്തിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജന്മദിനം ആഘോഷിച്ച എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതുവർഷം അവർക്ക് എല്ലാവർക്കും നന്മയുടെ, സന്തോഷത്തിന്റെ, അനുഗ്രഹത്തിന്റെ വർഷമാകണമേ. കുടുംബജീവിതത്തിൽ ഒരു വർഷം കൂടെ പിന്നിട്ടവർക്കായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവേ, കുടുംബജീവിതത്തിൽ നീ മാനിച്ചല്ലോ, ഇന്നുവരെ നീ അനുഗ്രഹിച്ചല്ലോ, അതിനായിട്ട് ഞങ്ങൾ നന്ദി കരുതുന്നു. പുതുവർഷത്തിലേക്ക് കർത്താവേ നിന്റെ മക്കൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ പുതിയ വർഷത്തിൽ ദൈവികമാണ് നന്മ ധാരാളമാണ് നൽകി അവർ പ്രവർത്തനങ്ങളെയും പ്രവർത്തന മണ്ഡലങ്ങളെയും അവർ അനുഗ്രഹിക്കണമേ. അവർക്ക് ധാരാളമായിട്ടുള്ള മക്കളെയും കൊച്ചുമക്കളെയൊക്കെ നീ ആശീർവദിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വേലയ്ക്കോ വേലയ്ക്കോ ദൈവദാസന്മാർ എന്ന് ആരംഭിക്കുന്ന 461 ഗീതപാഠം, ലിറിക് നമ്പർ 461. അതിന്റെ ആദ്യത്തെ 3 ചരണവും അവസാനത്തെ ചരണം. ഇന്നു വാഴുവാനല്ല ശുശ്രൂഷ ചെയ്യുവാൻ
ജൂൺ മാസത്തിൻ്റെ അവസാനത്തെ വിശുദ്ധ ദിവസത്തിലും നമ്മുടെ ഭവനങ്ങളിലിരുന്ന് ഈ ദിവ്യ ആരാധന പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു ശിഷ്യൻ ആരാണ്? ശിഷ്യൻ എപ്രകാരം ജീവിക്കണം? ശിഷ്യന്റെ ദൗത്യം എന്താണ്? അതിനെക്കുറിച്ചൊക്കെയും ദൈവവചനത്തിൽ കൂടെ നാം ശ്രമിച്ചു. ഈ ലോകത്തിൽ കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായി തീരുവാൻ, ശിഷ്യകളായി തീരുവാൻ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ ഓർക്കാം. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെയും ദൈവസന്നിധി സമർപ്പിക്കാം. ദിനംപ്രതി കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണവും മരണസംഖ്യയും വളരെ വർദ്ധിക്കുകയാണ്. ദൈവത്തിന് മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് ഇത് തുടച്ചു മാറ്റുവാൻ കഴിയുകയുള്ളൂ. കർത്താവ് ഇടപെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കേരള സംസ്ഥാനത്ത് രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നില്ല. ഈ വൈറസിന് ഒരു വാക്സിൻ കണ്ടുപിടിച്ച് അത് ഫലപ്രദമായി തീരുവാൻ തക്കവണ്ണം പരീക്ഷണശാലകളിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ അധ്വാനത്തെ മാനിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഏൽപ്പിക്കാം. വേർപാടിന്റെ ദുഃഖത്തിലുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ദൈവത്തോട് അപേക്ഷിക്കാം. ആശ്വാസവും സമാധാനവും നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർ താമസിക്കുന്നതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലൊക്കെ കൊറോണ ബാധിച്ചവരുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് പരിപാലിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ബാധയുടെ കൂടാരത്തിന് അടുക്കുകയില്ല എന്ന് ഒരു വചനം നമുക്കുണ്ടാണ്. അപ്രകാരം അവരെ കാത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാരാധ്യക്ഷനെയും മറ്റ് ചുമതലപ്പെട്ടവരെയും എല്ലാ സഭാജനങ്ങളെയും സഭാപ്രവർത്തകരെയും എല്ലാ വൈദികരെയും ദൈവവരങ്ങളെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഓർക്കാം. വിദ്യാലയം തുറന്നില്ല എങ്കിലും എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു. ഈ പുതിയ അധ്യയന വർഷത്തിൽ ദൈവകൃപ ധാരാളമായിട്ട് അവർക്ക് പകർന്നു. ഉന്നതമായ വിദ്യാഭ്യാസം നേടുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഒരുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായിട്ട് അപേക്ഷിക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇതിനെ ആരാധിക്കാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ അവസരം നൽകിയതിനായി സ്തോത്രം. ആരാധനയിൽ വന്നുപോയ കുറവുകളെല്ലാം ഞങ്ങൾ ക്ഷമിക്കണം. യഥാർത്ഥ ശിഷ്യരായി ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തണം. കർത്താവേ, കൊറോണ വൈറസ് മൂലം ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗബാധിതർക്ക് അവരുടെ ആശ്വാസം. ഈ വൈറസ് ബാധിച്ച് ലോകത്തോട് യാത്ര പറഞ്ഞവർ ധാരാളമാണ്. അവരുടെ കുടുംബങ്ങളെ ഞങ്ങൾ ആശ്വാസം, സമാധാനം. തുടർന്നുള്ള നാളുകളിൽ ഞങ്ങളെല്ലാം സാക്ഷ്യപ്പെട്ടവരായി തീരുവാൻ, യഥാർത്ഥ ശിഷ്യരായി ജീവിപ്പാൻ നീ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടസ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങൾ ഭാവങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദർശനത്തെ ഞങ്ങൾ ക്ഷമിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ദൈവമേറെ നടത്തിപ്പും കാവലും നമ്മളെല്ലാവരോടും കൂടെ, പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് നടത്തപ്പെട്ട ഈ ആരാധനയിൽ പ്രാർത്ഥനാപൂർവം സംബന്ധിച്ച എല്ലാവരോടും കൂടെ നന്ദി ഒരിക്കൽ കൂടെ ഈ സമയത്ത് അറിയിക്കട്ടെ. കഴിഞ്ഞ വോയിസിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇടവപ്പെട്ടക്കാരന് ഇവിടെ നിന്ന് സ്ഥലമാറ്റമാണ്. കഴിഞ്ഞ 2 വർഷക്കാലം ഇവിടെ ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ ഭാഗ്യം ദൈവം നൽകി. ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ പദവിയായി ഞങ്ങൾ അംഗീകരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ജൂലൈ മാസം ആദ്യ വാരത്തിൽ ബാംഗ്ലൂരിലേക്ക് ഞങ്ങൾ യാത്ര പോകുന്നതാണ്. കഴിഞ്ഞ 2 വർഷക്കാലം നിങ്ങൾക്ക് ലഭിച്ച എല്ലാ നല്ല സ്നേഹത്തിനും കരുതലിനും പ്രാർത്ഥനയ്ക്കും കുടുംബമായിട്ട് ഞങ്ങളുടെ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കൊടുവള്ളി CSI ക്രൈസ്റ്റ് ഇടവേളയിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് കുമ്പളാമ്പുക സ്വദേശിയായിരിക്കുന്ന ഏറെ ബഹുമാന്യനായ നെബു സ്കറിയ അച്ഛനാണ്. അച്ഛൻ ജൂലൈ ആദ്യവാരത്തിൽ ഇവിടെ വന്നെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അച്ഛൻ്റെ കുടുംബമായിട്ടുള്ള ഇവിടുത്തെ ശുശ്രൂഷ ഏറെ അനുഗ്രഹമാകട്ടെ. നമ്മുടെ ഇടവേളയ്ക്ക് ആത്മീയവും ഭൗതികമായ വളർച്ചയ്ക്ക് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും